കോൺഗ്രസ് അഴിമതികൾ ഒരു രത്നശേഖരമാണെങ്കിൽ ഇത് അതിലെ കൊഹിനൂറാണ്. എന്താണ് നാഷണൽ ഹെറാൾഡ് അഴിമതി? 1938 നെഹ്റു നാഷണൽ ഹെറാൾഡ് പത്രം ആരംഭിക്കുന്നു. 5000 സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പിന്തുണയോടെ സ്വതന്ത്ര ഇന്ത്യയുടെ ശബ്ദമാവുക എന്നതായിരുന്നു ലക്ഷ്യം. പതിറ്റാണ്ടുകൾക്കിപ്പുറം അതിന്റെ പ്രസാധകരായ AJL സംസ്ഥാന കേന്ദ്ര സഹായത്തോടെ ഇന്ത്യയിലുടനീളം വിലപിടിപ്പുള്ള ഭൂസ്വത്തുക്കൾ സ്വന്തമാക്കി. പക്ഷേ 2008 ആയപ്പോഴേക്കും കഥ മാറി. വർഷങ്ങളുടെ നഷ്ടത്തെ തുടർന്ന് പത്രം പൂട്ടി. ഇനിയാണ് ട്വിസ്റ്റ്. പത്രം പൂട്ടിയെങ്കിലും AJL തങ്ങളുടെ കെട്ടിടങ്ങൾ മാളുകൾക്കും മറ്റും വാടകയ്ക്ക് കൊടുക്കാൻ തുടങ്ങി. അപ്പോഴും കോൺഗ്രസിന് കൊടുക്കാനുള്ള 90 കോടിയുടെ കടം അവിടെ ബാക്കിയുണ്ടായിരുന്നു. ഇനി 2010 വരാം. സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഭൂരിപക്ഷ ഓഹരിയുള്ള യങ് ഇന്ത്യൻ എന്നൊരു കടലാസ് കമ്പനി അവർ രൂപീകരിക്കുന്നു. ഈ കമ്പനി കോൺഗ്രസ് പാർട്ടിക്ക് വെറും 50 ലക്ഷം രൂപ നൽകി AJL പാർട്ടിക്ക് നൽകാനുണ്ടായിരുന്ന 90 കോടി രൂപയുടെ കടമ ഏറ്റെടുക്കുന്നു. ഇതിനു പകരമായി AJLന്റെ മുഴുവൻ ഓഹരികളും യങ് ഇന്ത്യക്ക് കൈമാറി. അങ്ങനെ 50 ലക്ഷം രൂപയുടെ നിസ്സാര ഇടപാടിലൂടെ 2000 കോടിയുടെ പൊതു ആസ്തികൾ സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും കൈവശമെത്തി.